എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി. കലിപ്പൻ മാഷിൻ്റെ മാൻപേട. ഭാഗം 4. നന്ദ ഞെട്ടലോടെയാണ് ഉറക്കമുണർന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നത്. തലേദിവസം രാത്രിയിൽ നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊരു സ്വപ്നമായിരുന്നുവെന്ന് ബോധമുണ്ടെങ്കിലും എന്തിനീ സ്വപ്നം തന്നെ ഇങ്ങനെ പിന്തുടരണം? സ്വപ്നം ഓർത്തെടുക്കുകയല്ല, പൂർവാധികം ശക്തിയോടെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. മറക്കാൻ കഴിയുന്നില്ല. അതവളെ അലോസരപ്പെടുത്തി. ആ മുറിയിൽ താൻ ഒറ്റയ്ക്കായിരുന്നു. തൻ്റെ അരികിലേക്ക് വന്ന പുഞ്ചിരിക്കുന്ന മുഖം, അത് അർജുൻ സാർ ആയിരുന്നു. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ആ നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്ന നന്ദയെ അർജുൻ പിന്നിലൂടെ പാഞ്ഞു വന്ന് കെട്ടിപ്പുണർന്നു. അവളുടെ പിൻകഴുത്തിലേക്ക് അവൻ്റെ മുഖം അമർന്നു. അർജുൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നന്ദ ഞെട്ടി. സാർ, വിറയലോടെ അവൾ വിളിച്ചുപോയി. ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുക്കി അർജുൻ നെഞ്ചിലേക്ക് ഒന്നുകൂടി അവളെ ചേർത്തമർത്തി. അവൻ്റെ മുഖം പതിയെ അവളുടെ പിൻകഴുത്തിൽ ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. അവളിൽ നിന്നും വന്ന നേർത്ത ശബ്ദങ്ങൾ അവൻ്റെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിനെത്തി. അവളിലെ ഗന്ധം അവൻ നാസികയിലേക്ക് ആവാഹിച്ചെടുത്തു. അഴിഞ്ഞു വീണ മുടിയിഴകളിലേക്ക് അവൻ മുഖം അമർത്തി. അർജുൻ അവളുടെ കാതിൻ്റെ താഴ്ഭാഗത്ത് കഴുത്തിനിടയിൽ ഒന്ന് കടിച്ചു നുകർന്നു. അവളിൽ നിന്നും വന്ന ശബ്ദം അവനെ അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ആ പ്രവൃത്തിയിൽ തളർന്ന നന്ദ അവൾ കഴുത്തു വെട്ടിച്ചു. അർജുൻ്റെ ഇരു കൈകളിലും അമർത്തിപ്പിടിച്ച് അവനിലേക്ക് പുറമമർത്തി. അർജുൻ ഞൊടിയിടയിൽ നന്ദയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ ചെയ്തിയിൽ അവൾ ആകെ തളർന്നിരിക്കുന്നു. കണ്ണുകളടച്ച് നന്ദ കിതപ്പകറ്റാൻ ശ്രമിക്കെ അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. എനിക്ക് നിന്നെ വേണം. ഒരു നിമിഷം മനസ്സും ശരീരവും പതറിയ അവൾ സ്വബോധം വീണ്ടെടുത്ത് പിന്നോട്ട് മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അതേ വേഗതയിൽ മുന്നോട്ട് വന്നു. ഇടതുകൈ അവളുടെ ഇടുപ്പിൽ ചുറ്റി വലതുകൈയാൽ പുറംകഴുത്തിൽ അമർത്തി തന്നിലേക്ക് ചേർത്ത് നിർത്തി. 1 ഇഞ്ച് വ്യത്യാസത്തിൽ അവളുടെ മുഖം അവൻ്റെ കൺമുന്നിലുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ അവൻ പിന്നെയും പറഞ്ഞു, ഐ ലവ് യു നന്ദ, ഐ നീഡ് യു. നന്ദ അർജുനിൽ നിന്നും അകലാൻ ശ്രമിക്കും തോറും അവളിലുള്ള അവൻ്റെ പിടി ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ തൊണ്ട വറ്റി വരണ്ടു. ഒരക്ഷരം പോലും നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വരുന്നില്ല. എത്രത്തോളം അകന്നു പോകുവാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവൻ പിടിച്ചടിപ്പിക്കുന്നു. നിനക്കെന്നെ പേടിയാണോ പെണ്ണെ? ആ കാന്തിക സ്വരത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരനുഭൂതിയായിരുന്നു. തനിക്കുണ്ടാകുന്ന മാറ്റത്തിൽ അവൾക്കും അത്ഭുതം തോന്നി. അർജുൻ പിൻകഴുത്തിൽ നിന്നും കൈകൾ പിൻവലിച്ച് തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ മുഖത്തുകൂടി ഇഴച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലെ വലയത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിലെ ഭയവും ചുണ്ടുകളിലെ വിറയലും ശരീരത്തിൻ്റെ പതർച്ചയും അവനെ അവളിലേക്ക് അടിമപ്പെടുത്തി. അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ഇളം ചുണ്ടിൽ സ്ഥാനം പിടിച്ചു. പതിയെ അവൻ്റെ ചൂണ്ടുവിരൽ താടിയിലൂടെ ഇഴഞ്ഞ് ഓർന്നിറങ്ങി. അവിടെ നിന്നും സ്ഥാനം മാറി ചലിച്ച് അലഞ്ഞു നടന്ന വിരലിനെ അവൾ കൈയാൽ തടഞ്ഞു നിർത്തി. വേണ്ട എന്ന ഭാവത്തിൽ തല ചലിപ്പിച്ചു. വശ്യതയാർന്ന പുഞ്ചിരിയായിരുന്നു അവനിൽ. അത് തൻ്റെ നിയന്ത്രണങ്ങളെ ഭേദിക്കുന്നു. വേണ്ട എന്ന മനസ്സ് മന്ത്രിക്കും തോറും ബുദ്ധി മറ്റൊന്ന് ചിന്തിക്കുന്നു. ടോപ്പിനിടയിൽ കൂടി നഗ്നമായ വയറിലൂടെ അവൻ്റെ ഇടതു കൈ ഇഴയുന്നത് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. മേനയിലൂടെ ഒഴുകിയിറങ്ങിയ കൈകളെ എതിർക്കാൻ കഴിയാതെ ആ കണ്ണുകളിലെ വശ്യതയിൽ അവൾ അലിഞ്ഞു നിന്നുപോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം ശക്തിയിൽ അവനെ പുറകോട്ട് ആഞ്ഞു തള്ളി മാറി അവൾ പിന്നിലേക്ക് നിന്നതും അർജുൻ അതേ വേഗതയിൽ തന്നെ വന്ന് അവളെ ബെഡിലേക്ക് തള്ളിയിട്ടിരുന്നു. അവൾ എഴുന്നേൽക്കും മുന്നേ അർജുൻ അവൾക്ക് മുകളിൽ ഇരു കൈകളും കുത്തിക്കിടന്നു. ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. ആ മാന്ത്രികതയിൽ താൻ ഇല്ലാണ്ടാവുന്നതുപോലെ. എവിടോട്ടാടി ഓടുന്നേ? ഇത്ര തിടുക്കെന്തിനാ? നീ എൻ്റേതാ. വിറയ്ക്കുന്ന ഉടലിനോടൊപ്പം അവളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി ഉലയുന്ന ഭാഗം അവൻ കണ്ണെടുക്കാതെ നോക്കി. തൻ്റെ നെഞ്ചിലേക്കുള്ള അവൻ്റെ നോട്ടം കണ്ടവൾക്ക് വല്ലാതെ തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോകണമെന്ന് മാത്രമായി ചിന്ത. അവൾ ചിന്തയിൽ നിന്നും മുക്തയാകുന്നതിന് മുൻപേ കഴുത്തിടുക്കിലേക്ക് അവൻ്റെ മുഖം ചേക്കേറിയിരുന്നു. പിടച്ചിലൂടെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അതേ നിലയിൽ തുടർന്നു. പെട്ടെന്ന് പിന്നിലെ വിളി കേട്ട് നന്ദ തിരിഞ്ഞു നോക്കി. ചേച്ചി ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? സമയം എത്രയായി എന്നാ വിചാരം? മുറിയിലേക്ക് കയറി വന്ന അനിയത്തി ആര്യനന്ദ പറയുന്നത് കേട്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി. 8 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ കോളേജിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:30-ക്കാണ്. അയ്യോ! അവൾ വേഗം ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ഇതേ സമയം മറ്റൊരിടത്ത് കോൾ ഡിസ്കണക്റ്റ് ആയതും തേജസ് ചാടിപ്പിടിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് ഫ്രണ്ട്സ് നിൽക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അർജുൻ മഹാദേവ്, തേജസ് മഹേന്ദ്രൻ,
അനൂപ് ആദിത്യൻ, അശ്വിൻ ദേവ് ഇവർ ഉറ്റ സുഹൃത്തുക്കളാണ്. അർജുൻ കോളേജ് അധ്യാപകനാണെങ്കിൽ തേജസ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ് മേഖലയിലാണ്. അശ്വിൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. അനൂപ് സാധാരണ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ്. സ്കൂൾ പഠനകാലത്ത് ഇവർ ഒരുമിച്ചായിരുന്നു. ഇവർ പല മേഖലകളിലേക്ക് ചേക്കേറിയിട്ടും സുഹൃത്ത് ബന്ധത്തിന് ഒരു കോട്ടവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. തേജസ് ഹോസ്പിറ്റലിലെത്തുമ്പോൾ അശ്വിന് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. തേജസ് ചുറ്റും കണ്ട ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. അശ്വിൻ സഞ്ചരിച്ച ബസ്സിലേക്ക് നിയന്ത്രണം വിട്ടുവന്ന ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിൽ ഉണ്ടായിരുന്ന ചിലർ മരണത്തിന് കീഴ്പ്പെട്ടെങ്കിലും മറ്റു ചിലർ മരണത്തിനേക്കാളും ഭീകരമായ അവസ്ഥയിലാണ്. ആ കാഴ്ച മനുഷ്യ മനസ്സുകളെ പൊള്ളിച്ചു. മാധ്യമങ്ങളിൽ അതൊരു വലിയ വാർത്തയായി കടന്നു പോകുന്നു. അതിലെ ഒരു ഇരയാണ് അവരുടെ സുഹൃത്ത് അശ്വിന്. നമ്മുടെ അശ്വിന്. ഹോസ്പിറ്റലിലെത്തിയ തേജസ് നിറ കണ്ണുകളോടെ സുഹൃത്തുക്കളെ നോക്കി വിതുമ്പി. ഇതുവരെ ബോധം വന്നിട്ടില്ല. 2 കാലിന് ഒടിവുണ്ട്, പിന്നെ മുറിവുകൾ വേറെ. വേദനയോടെ അർജുൻ പറയുമ്പോൾ അരികിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുകയായിരുന്നു അനൂപ്. അശ്വിന് ബോധം വന്നു, ICUവിന് പുറത്തേക്ക് വന്ന നഴ്സ് പറഞ്ഞു. അവർ 3 പേരും പരസ്പരം നോക്കിയെങ്കിലും അകത്തേക്ക് കയറിയില്ല. അശ്വിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രം അവനെ കാണാനായി അകത്തേക്ക് കയറി വരുന്ന ബന്ധുക്കളെ ശ്രദ്ധിക്കാതെ അശ്വിൻ്റെ ബോധമനസ്സിലേക്ക് വന്നത് മറ്റു ചിലതാണ്. കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങൾ മനസ്സിലേക്ക് ശക്തിയോടെ കടന്നു വരുന്നു. ബസ്സിലെ നിമിഷങ്ങൾ. അവളുടെ കണ്ണുകളിലേക്ക് നിദ്രയുടെ തലോടലെത്തി. കണ്ണുകൾ തുറന്നു വയ്ക്കാൻ അവൾ ആവുന്ന പരിശ്രമിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പതിയെ അശ്വിൻ്റെ തോളിലേക്ക് അവൾ ചാഞ്ഞു. വല്ലാത്ത ഒരനുഭൂതിയായിരുന്നു അവനിൽ. അവളെ നെഞ്ചോട് ചേർത്ത് കിടത്താൻ തോന്നി. തനിക്കിപ്പോൾ ഒരപരിചിതൻ്റെ സാന്നിധ്യം മാത്രമേയുള്ളൂ അവളിൽ എന്നറിവുള്ളതുകൊണ്ട് അങ്ങനെ തുടരാനേ ഇപ്പോൾ അവന് നിവർത്തിയുള്ളൂ. കുറച്ചു നേരത്തിന് ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു. മറ്റൊരുവൻ്റെ തോളിലാണ് താൻ തലവെച്ചുറങ്ങുന്നതെന്ന് തോന്നിയതും പിടച്ചിലോടെ നേരെയിരുന്നു. അശ്വിനെ നോക്കാനുള്ള ജാള്യത മൂലം അവൾ പുറം ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നു. അവളുടെ മനസ്സ് എന്തോ മന്ത്രിക്കുന്നത് പോലെ തിരിഞ്ഞ് അശ്വിനെ നോക്കി. തന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവനിലെ കണ്ണിലെ ശോഭ. അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അധികം തടിയില്ലാത്ത നീളമുള്ള ശരീരം, വിടർന്ന കണ്ണുകൾ, നെറ്റിയിലേക്ക് വീണും മാറിയും പാറിക്കളിക്കുന്ന മുടി, കട്ടിയില്ലാത്ത മീശ, കുറ്റിരോമങ്ങളാലുള്ള താടി, നല്ല വെളുത്ത മുഖം. താൻ അവനെ നോക്കിയിരിക്കുവാണെന്ന ബോധം വന്നതും അവൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. അശ്വിൻ അത് ശ്രദ്ധിച്ചു. അവളോട് അശ്വിൻ ചോദിച്ചു, എന്താ പേര്? ചോദിച്ചു കഴിഞ്ഞതും വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദത്തിൽ ഏതോ വാഹനത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത പ്രഹരത്താൽ ബസ് ആടിയുലഞ്ഞു. കൂട്ട നിലവിളികളുടെയും കരച്ചിലുകളുടെയും നടുവിൽ തൻ്റെ ശരീരമാകെ അടർന്നു പോകുന്ന വേദനയോടെ നിസ്സഹായനായി രക്തം വാർന്നൊലിച്ച് ബോധമറ്റ് കണ്ണുകൾ അടഞ്ഞു. ബോധം തെളിയുമ്പോൾ ഏതോ ഹോസ്പിറ്റൽ ബെഡിലാണ് താനെന്ന് അവന് ബോധ്യം വന്നു. 2 കാലുകളും ഒരു കൈയും തുണിക്കെട്ടാൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. മുഖവും ദേഹവും ആകെ മുറിവുകൾ. കരഞ്ഞു കലങ്ങി പരിചിതമായ വാടിയ മുഖങ്ങൾ മുന്നിൽ നോക്കി നിൽക്കുകയാണ്. തനിക്കുള്ള നിധികളായ അച്ഛനും അമ്മയും പെങ്ങളും. അച്ഛന് കൃഷിയാണ്. സ്വന്തമായി കുറച്ച് സ്ഥലമുള്ള ഇടത്ത് വാഴയും ചീനിയും കുറച്ച് പച്ചക്കറികളുമൊക്കെ വളർത്തി വലിയ അല്ലലില്ലാതെ കഴിഞ്ഞു പോകുന്ന സന്തോഷ കുടുംബം. അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് കോഴിയും താറാവും അടുക്കളത്തോട്ടവും ഒക്കെ ആയിട്ട് അല്ലറ ചില്ലറ വരുമാനവും. പെങ്ങൾ, അവൾ ഡിഗ്രി 1ാം വർഷക്കാരി. അവൾക്ക് കുറച്ച് ഹോബീസ് ഉണ്ട്. നന്നായി ചിത്രം വരയ്ക്കും. ബോട്ടിൽ ആർട്ട്, മറ്റു ചില ആർട്ട് വർക്കുകളും ഒക്കെ ചെയ്ത് അവളുടേതായ രീതിയിൽ അവളുടെ ചിലവുകളും നടത്തിപ്പോരുന്നു. മോനെ. കണ്ണുകൾ തൂവി കവിളുകളെ തഴുകിയ അമ്മയുടെ ദയനീയമായ വിളി. എന്താ അമ്മേ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഏറിയാൽ 2 മാസം ഞാൻ പെർഫെക്റ്റ് ആവൂലേ? നിങ്ങളൊക്കെ ഇങ്ങനെ സെൻറ്റി ഒന്ന് നിർത്തിയേ. നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും അവൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കണ്ണുകൾ ചുറ്റും വരുതി. ഒരു റൂമിലായതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരെ പറ്റി ഒരറിവും ഉണ്ടായില്ല. അമ്മ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപ് അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ നടന്നതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവനോട് അതൊന്നും പറയണ്ടെന്ന് അച്ഛൻ എല്ലാവരോടും ശാസനയോടെ പറഞ്ഞിരുന്നു. അശ്വിൻ്റെ മനസ്സാകെ അവളുടെ മുഖം നിറഞ്ഞു നിന്നു. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ അവൻ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലായി. അശ്വിൻ കിടന്ന റൂമിന് പുറത്തു നിന്ന് സുഹൃത്തുക്കൾ അവനെ നോക്കി. അകത്തേക്ക് കയറിയില്ല. ബന്ധുക്കൾ ചുറ്റും നിൽക്കുമല്ലേ, അവനൊന്ന് റിലാക്സ് ആകട്ടെ എന്ന് കരുതി അവരവിടെ മാറി നിന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഇന്നലെ തൊട്ട് വിളിക്കുക. നീ എവിടെയായിരുന്നു? ആ പെണ്ണ് തേച്ച് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പോയതാ നീ. പിന്നെ നിന്നെ വിളിച്ചപ്പോൾ തൊട്ട് ഫോണിൽ കിട്ടുന്നില്ല.
എവിടെ ആയിരുന്നടാ നീ? അനൂപ് ദേഷ്യത്തോടെ തേജസിനോട് ചോദിച്ചു. ചാകാൻ പോയതാ. ഓ, പിന്നെ നീ എന്തിനാടാ തിരിച്ചു വന്നത്? അതിന് ആ പെണ്ണ് സമ്മതിച്ചില്ലല്ലോ. ഏത്? ആ തേജ പെണ്ണ് തിരിച്ചു വന്നു? അല്ല, ഇത് വേറൊരുത്തിയാ. ആര്? ആർക്കറിയാം. മിഴിച്ചു നിന്ന സുഹൃത്തുക്കളോട് തേജസ് ഉണ്ടായതൊക്കെ പറഞ്ഞു. ഡാ, ഒരു കാര്യം ചോദിക്കട്ടെ? അർജുൻ തേജസിനെ അർത്ഥം വെച്ച് നോക്കി. എന്താടാ? അവൾ പോയപ്പോൾ നിനക്ക് മിസ്സിംഗ് ഫീൽ തോന്നിയോ? തുടരും സ്വപ്നസഞ്ചാരി.